MG ZS-EVയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു 4 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇതിൻ്റെ റേഞ്ചാണ്. ലോങ് ഡ്രൈവൊക്കെ പോകുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 350-360 കിലോമീറ്റർ റേഞ്ച് കിട്ടുന്ന ഒരു വണ്ടിയാണ്. ഇതിൻ്റെ 50.3 kWh ബാറ്ററി വെച്ചിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേഞ്ചാണത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ പവർ. ഇത് 0 to 100 എത്താൻ എന്തോ 8.5 സെക്കൻഡ് എന്തോ മതി. 175 bhp എന്തോ പവറുണ്ട്. അത്യാവശ്യം നല്ല പവറുള്ളൊരു വണ്ടിയാണ്. നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ശരിക്കും ഫീൽ ചെയ്യും നമുക്കത്. പിന്നെ പറയാനുള്ളത് ഇതിൻ്റെ ഇൻറ്റീരിയറിലെ ക്വാളിറ്റിയും ടോട്ടൽ ഫിറ്റ് ആൻഡ് ഫിനിഷും ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ്. ഇൻറ്റീരിയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണത്. പിന്നെ പറയാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ ഈ വണ്ടി ഉപയോഗിച്ച ആരും അങ്ങനെ ഇതിന് കംപ്ലയിൻസ് ആയിട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല. ഇപ്പോൾ ഞാൻ ഇത്ര നാൾ ഉപയോഗിച്ചിട്ടും എനിക്കങ്ങനെ റേഞ്ച് ഡ്രോപ്പ് ഇഷ്യൂസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബഗ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും എനിക്ക് ഈ വണ്ടിയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് EV കാറുകളിൽ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. സ്റ്റിൽ 2025 MG ZS-EV എന്ന് പറഞ്ഞ ഒരു നോൺസെൻസ് കാറാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഇതിന് ബേസ് മോഡൽ എന്തോ 90 lakh ഓൺ റോഡ് കിട്ടുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നെക്സോണൊക്കെ നോക്കുന്നവർക്ക് അതിനേക്കാൾ ഫാർ ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ ZS-EV എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം?